ആദ്യം തകർക്കുന്നത് വൃക്കയും ശ്വാസകോശത്തിനെയും. ലോകം വീണ്ടും ഒരു ലോക്ക്ഡൌണിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമോ? ഇന്ന് ലോകത്താകമാനം ഭീതി പടർത്തി ഹാൻഡ വൈറസ്. എന്താണ് ഹാൻഡ വൈറസ്? 1970-കളിൽ തെക്കൻ കൊറിയയിലെ ഹാൻഡാൻ നദിക്കടുത്താണ് ആദ്യമായി ഈ രോഗം തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ വൈറസിന് ഹാൻഡ എന്ന പേര് വന്നു ചേർന്നു. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഹാൻഡ വൈറസ് ഒരു മാരകമായ വൈറസ് ബാധയാണ്. എലികൾ, വവ്വാലുകൾ ഇവയുടെ മൂത്രം, കാഷ്ടം അല്ലെങ്കിൽ ഉമിനീർ എന്നിവയിലെ വളരെ ചെറിയ കണങ്ങൾ വായുവുമായി കലരുകയും ഇത് ശ്വസിക്കുകയോ സ്പർശിക്കുകയോ അറിയാതെ ഭക്ഷണത്തിൽ കലരുകയോ അണുബാധയുള്ള എലികളുടെ കടിയേൽക്കുകയോ ചെയ്താൽ രോഗം പകരാം. എന്നാൽ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ രോഗലക്ഷണം അറിയാൻ ദിവസങ്ങൾ കഴിയും. കോവിഡ് പോലെ പരിചിതമല്ലാത്ത പുതിയൊന്നല്ല ഹാൻഡ വൈറസുകൾ. 30 മുതൽ 50 തരം വരെ ഹാൻഡ വൈറസുകളുണ്ട്. അതിൽ ചില ഹാൻഡ വൈറസുകൾ ഉപദ്രവകാരികളുമല്ല. ഏഷ്യയിൽ കാണപ്പെടുന്ന ഹാൻഡ വൈറസ് പ്രധാനമായും വൃക്കകളെ ബാധിക്കുന്ന ഒരുതരം ഹാൻഡ വൈറസ് ആണ്. തെക്കേ അമേരിക്കയിലും മറ്റും കാണപ്പെടുന്ന ഹാൻഡ വൈറസുകൾ ആൻഡീസ് വൈറസ് എന്നും പറയാം. ആഡംബര കപ്പലായ MV ഹോണ്ടിയസിൽ ഇതുവരെ മരണപ്പെട്ടത് 3 പേരാണ്. 149 പേർ കപ്പലിലുണ്ട്. ഇതിൽ 2 പേർ ഇന്ത്യക്കാരും. നിരവധി പേരിലേക്ക് അണുബാധ പകരുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെ വിദൂരമായ ഇടങ്ങളിലെ ഐസ് നിറഞ്ഞ ജലാശയങ്ങളിൽ സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്ത കപ്പലാണ് MV ഹോണ്ടിയസ്. അറ്റ്ലാന്റിക്കിലൂടെയും ധ്രുവ പ്രദേശങ്ങളിലിടയിലൂടെയുമുള്ള സഞ്ചാരത്തിനായാണ് ഇപ്പോൾ യാത്രക്കാരുമായി കപ്പൽ പുറപ്പെട്ടത്. എന്നാൽ ഇതിലൂടെയുള്ള ഇപ്പോഴത്തെ രോഗവ്യാപനം ലോകത്തെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഹാൻഡ വൈറസിന്റെ അത്യപൂർവമായ വകഭേദമായ ആൻഡീസ് ആണ് രോഗവ്യാപനം കൂട്ടിയത്. ഹാൻഡ വൈറസ് സ്ഥിരീകരണം പൊതുവെ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അർജന്റീനയിൽ രോഗികളുടെ നിരക്ക് ഇരട്ടി എന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇവയാണ് ഇപ്പോൾ ബാധിച്ചിട്ടുള്ളതായി വ്യക്തമാക്കുന്നത്. ഈ ആന്റിവൈറസിന്റെ പ്രത്യേകത അത് ശ്വാസകോശത്തെ ബാധിക്കും എന്നുള്ളതാണ്. ശ്വാസകോശത്തെ ബാധിച്ചു കഴിഞ്ഞാൽ മരണനിരക്ക് 50%. ഏപ്രിൽ 6-നാണ് ക്രൂയിസ് കപ്പലിലെ ആദ്യത്തെ രോഗികളിൽ ഒരാളായ 70 വയസ്സുള്ള ഡച്ച് പൗരൻ ഏപ്രിൽ 11-ന് ശ്വാസതടസ്സമുണ്ടായി മരണം സംഭവിക്കുന്നു. പിന്നാലെ അദ്ദേഹത്തിന്റെ ഭാര്യയും മരണപ്പെടുന്നു. ജർമ്മൻ സ്വദേശിയായ യുവതിയുടെ മരണമാണ് ഹാൻഡ വൈറസ് ബാധിച്ചിട്ടുള്ള 3ാമത്തേത്. രോഗലക്ഷണങ്ങൾ പ്രകടമായി 4 ദിവസങ്ങൾക്കുള്ളിൽ മരണം സംഭവിച്ചു എന്നുള്ളതാണ് ആശങ്കയിലാഴ്ത്തുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷണമായി കാണുന്നത് പനി, സമാനമായ ലക്ഷണത്തിൽ ആരംഭിച്ച് ക്ഷീണം, ശരീരവേദന, തലവേദന, ഛർദി, വയറുവേദന തുടങ്ങിയവ പ്രകടമാകും. തുടർന്ന് ചുമ, ശ്വാസതടസ്സം, രക്തസമ്മർദ്ദം കുറയൽ, ക്രമരഹിതമായ ഹൃദയമിടിപ്പ് എന്നിവയിലേക്കും ഇത് എത്തിപ്പെടും. രോഗവ്യാപനം പടരാനുള്ള പ്രധാന കാരണം കാലാവസ്ഥാ വ്യതിയാനം, വെള്ളപ്പൊക്കം, ആസൂത്രിതമല്ലാത്ത നഗരവൽക്കരണം, മോശം മാലിന്യ നിർമ്മാർജ്ജനം, എലികളുടെ വാസസ്ഥലങ്ങളിലേക്കുള്ള മനുഷ്യരുടെ കടന്നുകയറ്റം എന്നിവ ലോകമെമ്പാടും ഇന്ത്യയിലും എലികൾ പെരുകുന്നതിനും അവ വഴിയുള്ള രോഗങ്ങളുടെ വർധനവിനും കാരണമാകുന്നുണ്ട്. ഇതിന് കൃത്യമായ ചികിത്സ കുറവാണ്. അതുകൊണ്ട് തന്നെ വീടും പരിസരങ്ങളും വൃത്തിയായി സൂക്ഷിക്കുക. എലികൾ വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ആശങ്കയല്ല വേണ്ടത്, മറിച്ച് ജാഗ്രതയാണ്.